നമസ്കാരം. ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യ ഖത്തർ റിലേഷൻസിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ആണ്. ബിക്കോസ് ഇന്നലെ ഈ പറഞ്ഞ പോലെ ഖത്തറിന്റെ എമിർ ഇന്ത്യ സന്ദർശിക്കേണ്ടായും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഖത്തർ റിലേഷൻസിനെ കുറിച്ചിട്ട് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ നമുക്ക് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, ഖത്തറിന്റെ ആ ഒരു ഫിസിയോഗ്രാഫിക് ലൊക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. വേൾഡ് ജോഗ്രഫിയുടെ എക്സ്പെക്ടിൽ ഖത്തറിന്റെ നെയ്ബറിംഗ് കൺട്രീസ് ഒക്കെ ഏതൊക്കെയാണ്, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവിടെ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്തായിട്ട് ഈ പറഞ്ഞ ഇന്റർനാഷണൽ റിലേഷൻസ്, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പെർസ്പെക്ടീവിലും ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. രണ്ടാമത്തെ ടോപ്പിക്ക് റയറസ്റ്റ് ഓഫ് ദ റയർ ഡോക്ടറിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ന് ഹിന്ദു ന്യൂസ് ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ആർട്ടിക്കിൾ ആണിത്. ബേസ്ഡ് ഓൺ ടു ഇൻസിഡൻസ്. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കഴിഞ്ഞ മാസം ഈ പറഞ്ഞ നമ്മുടെ കോടതികളിൽ വന്ന രണ്ട് വെർഡിക്റ്റിനെ വെച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്, റയറസ്റ്റ് ഓഫ് ദ റയർ ഡോക്ടറിനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് പഠിക്കേണ്ടത്. ദെൻ മൂന്നാമതായിട്ട് പ്രിലിംസിന് വളരെ പ്രാധാന്യം അർഹിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് PLFS റിപ്പോർട്ട്. PLFS എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഈ വർഷത്തെ പറയുമ്പോഴേക്കും കഴിഞ്ഞ ആ ഒരു നമ്മുടെ ക്വാർട്ടറിൽ ഈ പറഞ്ഞ പോലെ പീരിയോഡിക് ലേബർ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റാസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കീ ഡേറ്റാസ് ഒക്കെ തന്നെ പരീക്ഷയുടെ പെർസ്പെക്ടീവിൽ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഈ മൂന്ന് ടോപ്പിക്സും പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു മോഡൽ MCQ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ, ഇന്ത്യ ഖത്തർ എലവേറ്റ് ടൈസ് ടു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഫോട്ടോ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഖത്തർ എമിറായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇന്നലെ വരികയുണ്ടായി. അപ്പൊ ഇവിടെ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ സാധാരണഗതിയിൽ നമ്മൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ വാർത്തകളിൽ കാണാറുണ്ട്, ഒരുപാട് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും ഒന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഹൈ ലെവൽ മിനിസ്റ്റർ, ഏറ്റവും പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു മിനിസ്റ്റേഴ്സിൽ ഒരാളായിരിക്കും അവരെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിൽ നേരിട്ട് പോകുന്നുണ്ടാവുക. എന്നിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും മേ ബി പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടും അല്ലെങ്കിൽ പറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടും അല്ലെങ്കിൽ പറഞ്ഞ മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ ആയിട്ട് ഇവർ ചർച്ച നടത്തുന്നത്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാഷ്ട്രത്തിന്റെ പ്രതിനിധികൾ ഇന്ത്യയിൽ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാർ ഇന്ത്യയിൽ എത്തുമ്പോഴേക്കും നമ്മൾ നേരിട്ട് ഒന്നെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇവരൊക്കെ നേരിട്ട് എന്ന് ഈ പറഞ്ഞ പോലെ സ്വീകരിക്കും നമ്മൾ കാണാറുണ്ട്. അത് അങ്ങനെ ഒരു കാഴ്ച നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിക്ചർ നമ്മൾ കാണുവാണെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ വരുന്ന രാജ്യം എന്ന് പറയുന്ന ഇന്ത്യക്ക് അത്രത്തോളം പ്രാധാന്യമുള്ള രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരിട്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർക്ക് നേരിട്ട് എന്ന് അവരെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഖത്തർ എന്നുള്ള രാജ്യം ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. ജോഗ്രഫിക്കലി പറയുവാണെങ്കിൽ വളരെ ചെറുതാണ്. പോപ്പുലേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ചെറുതാണ്. പക്ഷേ ആ രാജ്യത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്നലെ നോക്കുവാണെങ്കിൽ ഖത്തറിന്റെ എമിർ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിൽ നേരിട്ട് പ്രധാനമന്ത്രി തന്നെയാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. കാര്യം പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളായിട്ട് മീറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. എന്നാൽ പോലും നേരിട്ട് ഈ പറഞ്ഞ പ്രധാനമന്ത്രി ചെന്ന് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ എത്രമാത്രം പ്രാധാന്യം ഖത്തറിന് നൽകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് തന്നെയാണ്. സോ എന്തുകൊണ്ടാണ് ഖത്തറിന് ഇത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിഫൻസ് മാത്രമല്ല, നമ്മുടെ ഇന്ത്യ ഖത്തറുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് മുന്നോടിയായിട്ട് ആദ്യം നമ്മൾ നോക്കുന്ന ഖത്തറിന്റെ ഒരു വേൾഡ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലൈക്ക് പറയുകയാണെങ്കിൽ ഖത്തർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പേർഷ്യൻ ഗൾഫിലാണെന്നുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പേർഷ്യൻ ഗൾഫ്. സോ പേർഷ്യൻ ഗൾഫിൽ ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. തലസ്ഥാനം ദോഹ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബട്ട് ഖത്തർ ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്, മീൻസ് ഫിസിക്കലി ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാത്രമാണ്, ദാറ്റ് ഇസ് സൗദി അറേബ്യ. അപ്പോൾ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്, ഖത്തർ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് സൗദിയുമായിട്ട് മാത്രമാണ്. ബാക്കി പറയുവാണെങ്കിൽ ഇപ്പുറത്തെ UAE-യുമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ബഹ്റിനൊക്കെ ആയിട്ടാണ്. ബഹ്റിൻ ഇവിടെ കാണുന്നതാണ്. ബഹ്റിനായിട്ട് ഈ പറഞ്ഞ അതിർത്തി പങ്കിടുന്നുണ്ട്, പക്ഷെ അത് മാരിടൈം ബൗണ്ടറി മാത്രമാണ്. മാരിടൈം ബൗണ്ടറിയാണ് ബഹ്റിനുമായിട്ട് ഈ പറഞ്ഞ പോലെ ഖത്തർ ഷെയർ ചെയ്യുന്നത്. ബട്ട് ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് സൗദിയുമായിട്ട് മാത്രമാണെന്നുള്ള കാര്യം മറക്കാതെ ഓർത്തിരിക്കണം. പിന്നെ ഇത് പേർഷ്യൻ ഗൾഫിലാണ് ഖത്തർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് വേൾഡ് ജോഗ്രഫിയുടെ പെർസ്പെക്ടീവ് ലൊക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് നമുക്ക് ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാം. ഖത്തറും ഇന്ത്യയും തമ്മിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് 1973. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മുമ്പത്തെ വർഷം 2023 ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ 50ാം വാർഷികമായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 50th ഇയർ ആണ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനൊക്കെ ഭാഗമായിട്ടാണ് എല്ലാ വർഷങ്ങളും തന്നെ പറയുവാണെങ്കിൽ ഒന്നെങ്കിൽ ഖത്തറിന്റെ പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള
പ്രതിനിധികൾ ഖത്തർ സന്ദർശിക്കാറൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിന് തുടക്കം കുറിച്ച് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വളരാൻ ഇടയാക്കിയത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിന്റെ ഒരു കാലഘട്ടം തൊട്ടിട്ടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അതിനുശേഷം ഫ്രീക്വന്റ്ലി തന്നെ പറയുവാണെങ്കിൽ പല മേഖലകളിലും ഇന്ത്യയും അതുപോലെ ഖത്തറും തമ്മിൽ ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേക്കുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുവാണെങ്കിൽ നവഡേയ്സ് ഇന്ത്യക്കും ഖത്തറിനും ഇടയിൽ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് പ്രിസണർ റീപാട്രിയേഷൻ. പ്രിസണർ റീപാട്രിയേഷൻ എഗ്രിമെന്റ് നമുക്ക് ഈ രാജ്യങ്ങൾക്ക് ഇടയിലുണ്ട്. അങ്ങനെ അധികം രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഈ ഒരു കരാറില്ല. ബട്ട് ഖത്തറുമായിട്ട് നമുക്ക് ഈ ഒരു പ്രിസണർ റീപാട്രിയേഷൻ എഗ്രിമെന്റ് ഉണ്ട്. ഇതുവഴി ഈ പറഞ്ഞ പോലെ ഈവൻ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് ഈ പറഞ്ഞ എബ്രോഡിൽ ഖത്തറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഖത്തറിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ തിരിച്ച് ഖത്തറീസ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവരോ ഇവിടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ജയിലിൽ ഒരു ക്രൈം ചെയ്ത് ജയിലിൽ അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുന്ന ഒരു അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് നിന്നവർക്ക് ഒരു ബാക്കി കാലയളവ് ഈ പറഞ്ഞ പോലെ ശിക്ഷ അനുഭവിക്കുന്ന രീതിയാണ്. അതാണ് പ്രിസണർ റീപാട്രിയേഷൻ എന്ന് പറയുന്നത്. ആ ഒരു എഗ്രിമെന്റ് ഇന്ത്യക്കും ഖത്തറിനും ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമുള്ള നമ്മുടെ ഡിഫൻസ് റിലേഷൻ ആണ്. ഈ ഡിഫൻസ് റിലേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഖത്തർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു പ്രാധാന്യത്തിന്റെ മീൻസ് ആ പ്രാധാന്യത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഇന്ത്യ റെഗുലർലി പാർട്ടിസിപ്പേറ്റ് ബൈയേനിയൽ ദോഹ ഇന്റർനാഷണൽ മാരിടൈം ഡിഫൻസ് എക്സിബിഷൻ. ബൈയേൻ എന്ന് പറയുമ്പോൾ 2 വർഷത്തിൽ ഒരിക്കൽ, ഓക്കെ, വൺസ് ഇൻ 2 ഇയേഴ്സ് ആണ്. അപ്പൊ ആ ഒരു അത്തരത്തിൽ നടക്കുന്ന ദോഹ ഇന്റർനാഷണൽ മാരിടൈം ഡിഫൻസ് എക്സിബിഷനിൽ റെഗുലർലി ഇന്ത്യ പങ്കെടുക്കാറുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ആൻഡ് അവിടെ ഈ പറഞ്ഞ ഇന്ത്യൻ നേവിയും അതേപോലെ കോസ്റ്റ് ഗാർഡും ഈ പറഞ്ഞ പോലെ റെഗുലർലി വിസിറ്റ് ഖത്തർ ആസ് പാർട്ട് ഓഫ് ദെയർ ബൈലാറ്ററൽ കോപ്പറേഷൻ ഇന്ററാക്ഷൻ. അപ്പം വളരെയധികം ഡിഫൻസ് മേഖലയിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ഡേറ്റ പ്രകാരം 2023-24 കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ് $18.77 ബില്യൺ ആയിരുന്നു. ഇതിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട്, ഖത്തറിലേക്കുള്ള ഇന്ത്യൻ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് അറൌണ്ട് $1.96 ബില്യൺ ആൻഡ് ഇന്ത്യസ് ഇമ്പോർട്ട് ഫ്രം ഖത്തർ വാസ് $16.8 ബില്യൺ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു രാജ്യമാണ് ഖത്തർ. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഖത്തറിന്റെ ആംഗിൾ നോക്കുവാണെങ്കിൽ അവർക്ക് ട്രേഡ് സർപ്ലസ് ഉണ്ടാക്കി നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തർ നമുക്ക് ഇത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നത്. പിന്നെ എന്താണ് നമ്മൾ ഇത്രത്തോളം പ്രാധാന്യം ഖത്തറിന് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടധികം ഇന്ത്യൻസ് ഖത്തറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ഖത്തർക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഇവന്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ ലേറ്റസ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ വേൾഡ് മീൻസ് ഫിഫ ലോകകപ്പ്, കഴിഞ്ഞ ഫിഫ ലോകകപ്പ് ഈ പറഞ്ഞ ഖത്തർ വെച്ചിട്ടായിരുന്നു. അപ്പൊ അവിടെ ഈ പറഞ്ഞ സ്റ്റേഡിയംസും കാര്യങ്ങളും പണ്ട് അത്രത്തോളം സ്റ്റേഡിയംസ് ഒന്നും ഇല്ലാത്ത രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. ആകെ 1-2 സ്റ്റേഡിയംസ് ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അവിടുന്ന് ഇത്രത്തോളം സ്റ്റേഡിയംസ്, വേൾഡ് ക്ലാസ് ലെവലിലുള്ള സ്റ്റേഡിയമുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഹോട്ടൽസ് അല്ലെങ്കിൽ മറ്റ് ബിൽഡിംഗ്സുകൾ എല്ലാം തന്നെ ഇന്ന് ഖത്തറിന് ഉണ്ടാക്കി കൊടുത്തതിൽ അതിനകത്ത് വർക്കേഴ്സ് ആയിട്ട് ഒരുപാടധികം ഇന്ത്യക്കാരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ മാൻ പവർ വൈസ് നമ്മൾ ഒരുപാടധികം സഹായിച്ചിട്ടുണ്ട് ഖത്തറിനെ. അപ്പൊ അതിലൂടെ നമുക്ക് ശരിക്കും നല്ല റെമിറ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അവിടെ പോയി വർക്ക് ചെയ്യുമ്പോഴേക്കും ഇന്ത്യക്കാർക്ക് ഒരുപാട് അവിടെ പോയി വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറിയിൽ നല്ലൊരു പങ്ക് ഇന്ത്യയിലേക്ക് അയച്ചു തരുമല്ലോ. ആ ഒരു റെമിറ്റൻസ് നമുക്ക് നല്ല രീതിയിൽ ഖത്തറിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഈ പറഞ്ഞ പ്രധാനമായിട്ട് നമ്മൾ ഖത്തറിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ഖത്തറിന്റെ പ്രധാനപ്പെട്ട ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ട് നോക്കുവാണെങ്കിൽ LNG, LPG, കെമിക്കൽസ്, പെട്രോ കെമിക്കൽസ്, പ്ലാസ്റ്റിക്സ്, അലുമിനിയം ആർട്ടിക്കിൾസ് തുടങ്ങിയവയൊക്കെയാണ്. അത് മാത്രമല്ല ഓയിലിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ 3rd ലാർജസ്റ്റ് ഓയിൽ റിസർവ് ഇൻ ദ വേൾഡ് ഉള്ളതും ഖത്തർ തന്നെയാണ്. ഫസ്റ്റും സെക്കൻഡ് ഈ പറഞ്ഞ നമ്മുടെ റഷ്യയ്ക്കും അതുപോലെ ഇറാനും ശേഷം ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യം എന്ന് പറയുന്നത് ഖത്തറാണ്. അപ്പം എണ്ണയുടെ ആവശ്യമായിട്ട്, ക്രൂഡ് ഓയിലൊക്കെ ആവശ്യമായിട്ട് നമ്മൾ ഒരുപാടധികം പെട്രോളിയം പ്രോഡക്റ്റുകൾ ഖത്തറിൽ നിന്നും ഇറക്കുമതി ചെയ്യാറുണ്ട്. നേരെ തിരിച്ച് ഇന്ത്യയുടെ ഖത്തറിലേക്കുള്ള എക്സ്പോർട്ടുകൾ നോക്കുവാണെങ്കിൽ സീരിയൽസ് ആണ് മെയിൻലി വരികയാണെങ്കിൽ, പിന്നെ കോപ്പർ ആർട്ടിക്കിൾസ്, അയൺ ആൻഡ് സ്റ്റീൽ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്പൈസസ്, പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ്, ഇലക്ട്രിക്കൽ ആൻഡ് അതർ മെഷീനറീസ്, പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ടെക്സ്റ്റൈൽസ്, പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് റബ്ബർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യ ഖത്തറിലേക്ക് കയറ്റുമതി ചെയ്യാറുള്ളത്. ഇനി ഇന്ത്യ സമം ദ ടോപ്പ് 3 ലാർജസ്റ്റ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ഓഫ് ഖത്തർ. ഖത്തർ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾസ് കയറ്റുമതി ചെയ്യുന്ന 3 രാജ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് ഇന്ത്യ. മൂന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ആഫ്റ്റർ ചൈന ആൻഡ് ജപ്പാൻ. ചൈന, ജപ്പാൻ, ഇന്ത്യയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഖത്തർ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ. ആൻഡ് ഇറ്റ്സ് അമംഗ് ദ ടോപ്പ് 3 സോഴ്സസ് ഓഫ് ഖത്തർസ് ഇമ്പോർട്ട്സ് അലോങ് ചൈന ആൻഡ് US. ഖത്തർ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഖത്തർ ഏറ്റവും കൂടുതൽ പറഞ്ഞ പോലെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നുള്ള കാര്യം ഓർക്കുക. ആഫ്റ്റർ ചൈന ആൻഡ് US, ഖത്തർ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയിൽ തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് ഇന്ത്യ ഇപ്പോൾ നമ്മൾ ഇന്നലെ ആർട്ടിക്കിൾ കണ്ടതാണ്, ഇന്ത്യ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. എന്നതുപോലെ തന്നെ ഖത്തറും ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ മൂന്നാമത് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിലേക്ക് ഖത്തറും ഇന്ത്യയും നമ്മൾ റിലേഷൻഷിപ്പ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന്റെ കാര്യങ്ങൾ. കണക്കുകൾ പ്രകാരം ഏകദേശം 8,35,000 ഇന്ത്യൻ നാഷണൽസ് ഖത്തറിലുണ്ട്. ആസ് ഓഫ് ഡിസംബർ 2023 ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ
They comprise the largest expatriate community in ഖത്തർ. ഖത്തറുള്ള ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്നാണ് പറയപ്പെടാറുള്ളത്. അത് പല പല മേഖലകളിലായിട്ട് മെഡിസിൻ മേഖലകൾ, എഞ്ചിനീയറിംഗ്, എഡ്യൂക്കേഷൻ, ഫിനാൻസ്, ബാങ്കിങ്, ബിസിനസ്, മീഡിയ, അങ്ങനെ പല പല മേഖലകൾ, ബ്ലൂ കോളർ വർക്കുകളൊക്കെ ആയിട്ട് ഒരുപാടധികം ഇന്ത്യക്കാര് ഖത്തറിൽ വർക്ക് ചെയ്യാറുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ഹോണസ്റ്റി, ഹാർഡ് വർക്ക്, ക്വാളിഫിക്കേഷൻസ്, ഇതൊക്കെയാണ് ഖത്തറിനെ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രസിലേക്ക് ഒരുപാടധികം നമ്മൾ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സൂചിപ്പിക്കുന്ന ഈ 8 ലക്ഷം ആൾക്കാരുണ്ട്, 8,35,000 ആളുകൾ ഖത്തറിന്റെ ടോട്ടൽ പോപ്പുലേഷന്റെ 27% വരും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റി ഈ പറഞ്ഞ പോലെ ഖത്തറിലുള്ള ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഡയസ്പോറ സ്ട്രെങ്ത് തന്നെ പറയുവാണെങ്കിൽ ഖത്തറിലുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇത്രത്തോളം സ്ട്രോങ് ആക്കാൻ ഇടയാക്കിയ കാരണങ്ങളായിട്ട് നമുക്ക് പറയേണ്ടതുള്ളത്. ഓക്കെ. പിന്നെ ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ ഖത്തറിന്റെ എമിർ ഈ പറഞ്ഞ ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ GCC രാജ്യങ്ങളിൽ ദുബായ് UAE ആയിട്ട് നമുക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ട്. ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് റേറ്റ് താരതമ്യേന ഓൾമോസ്റ്റ് സീറോ ലെവലിലായിരിക്കും ഇന്ത്യയിലും ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സാധനങ്ങൾ ഇറക്കുമതിയും കയറ്റുമതിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളായിട്ട് അത് മാറും. അത് കുറച്ചുകൂടെ നമ്മുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ ഒരു പോസിബിലിറ്റി ഉണ്ട്, പോസിബിലിറ്റി ഓഫ് എ ബൈലാറ്ററൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. അങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്കത് വാർത്തയിൽ വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾസിനിടയിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു, എക്സാമിനായിട്ട് പഠിക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ആർട്ടിക്കിൾ. വാട്ട് ഈസ് ദ റയറസ്റ്റ് ഓഫ് ദ റയർ ഡോക്ടറിൻ? ഓക്കെ, അപ്പൊ ഈ ആർട്ടിക്കിൾ ഇന്ന് ഹിന്ദു ന്യൂസിൽ വരാനിടയായത് രണ്ട് കേസുകളാണ്, വിച്ച് വാസ് മെയിൻലി ഒക്കേർഡ് ഇൻ ലാസ്റ്റ് 2 months. ഓക്കെ, ലാസ്റ്റ് മന്ത്സിൽ ഈ പറഞ്ഞാൽ ഇവിടെ വെർഡിക്റ്റ് വന്ന രണ്ട് കേസുകളുണ്ട്. ലൈക്ക് ഒന്ന് കൊൽക്കത്തയിൽ ഈ പറഞ്ഞ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഒരു കേസ് ഓർക്കുന്നുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾ. മെഡിക്കൽ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഈ പറഞ്ഞ പോലെ ബ്രൂട്ടലി ഈ പറഞ്ഞ പോലെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി ഈ പറഞ്ഞ പോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളത്തിലുണ്ടായിരുന്ന ഷാരോൺ വധക്കേസ്. ഈ രണ്ട് കേസുകളുടെയും വിധി ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസങ്ങളിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു മീൻസ് രണ്ടിനകത്തും ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടിനകത്തും ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ രണ്ടിനകത്തും അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വിധിച്ച വിധി എന്ന് പറഞ്ഞ രണ്ടും വ്യത്യാസമാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഷാരോൺ വധക്കേസിൽ ഈ പറഞ്ഞ പോലെ പ്രതിയായിട്ടുള്ള ആൾക്ക് കൊടുത്തിരുന്നത് ഡെത്ത് പെനാൽറ്റിയും, അതേ സ്ഥാനത്ത് കൊൽക്കത്തയിലെ പ്രതിക്ക് കൊടുത്തിരുന്നത് ജീവപര്യന്തം തടവ്, ആ ഒരു ശിക്ഷയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൊൽക്കത്തയിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ആ ഒരു വിധിക്ക് കൊൽക്കത്ത ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അത് റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് അല്ല എന്നുള്ളത് വെച്ചിട്ടാണ് ഒരു ഡെത്ത് പെനാൽറ്റി കൊടുക്കാതെ ലൈഫ് ഇംപ്രസ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ അത് റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു ഡെത്ത് പെനാൽറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് പഠിക്കേണ്ടതാണ് എന്താണ് ഈ റയറസ്റ്റ് ഓഫ് ദ റയർ ഡോക്ട്രിൻ. ഇതാണ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത്. സോ ഈ റയറസ്റ്റ് ഓഫ് ദ റയർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ആ ഒരു കേസാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം തൊട്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യാറുണ്ട്. പക്ഷേ 1970s ഒരു തർക്കം വരുന്നത്. നമുക്കിവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ആർട്ടിക്കിൾ 21 ഉണ്ട്. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ റൈറ്റ് ടു ലൈഫ് സ്വമേധയാ കോടതിക്ക് ഒരു വ്യക്തിയുടെ റൈറ്റ് ടു ലൈഫിനെ കോടതി ഇടപെട്ട് അത് ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചർച്ചാ വിഷയം 1970s ഇവിടെ തുടങ്ങുകയാണ്. ആ ഒരു കേസിൽ ഉൾപ്പെട്ട് അതിന്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്നോളം നിലയിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് 1980-ലാണ്. 1980-ലെ ബച്ചൻ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ, ബച്ചൻ സിംഗ് കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞ പോലെ ഡെത്ത് പെനാൽറ്റി നൽകാം എന്നുള്ള കാര്യത്തിലേക്ക് ഉറപ്പിച്ചു പറയുകയും, പക്ഷെ ഒരു കാര്യം എടുത്തു പറഞ്ഞു, എല്ലാത്തരം കേസുകളിലും ഡെത്ത് പെനാൽറ്റി നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ, ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്നിട്ട് ആ ഒരു കേസിലാണ് ഈ ഒരു ഡെത്ത് റയറസ്റ്റ് ഓഫ് ദ റയർ ഡോക്ടറിനെ കുറിച്ചിട്ടുള്ള പരാമർശിക്കുന്നത്. അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ 1980 ബച്ചൻ സിംഗ് കേസ് സുപ്രീം കോർട്ട് upheld the death penalty but restricted its imposition to rarest of the rare. അതാണ് റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് ഡോക്ടറിന് ഏത് തൊട്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 1980-ലെ ബച്ചൻ സിംഗ് കേസിലാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. വേർ നോ പോസിബിലിറ്റി ഓഫ് റിഫോം എക്സസ്, അതായത് അതിനകത്ത് പരിഹാരമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ അത് അത്രത്തോളം ഹീനമായിട്ടുള്ള ക്രൂവൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് എന്ന് തെളിയണം. എങ്കിലാണ് ഈ റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് പരിഗണിച്ചിട്ട് ഡെത്ത് പെനാൽറ്റി കൊടുക്കേണ്ടത്. ഇനി ഏതൊക്കെ സാഹചര്യം നമുക്ക് നോക്കാം. അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ഇൻ ഡെത്ത് പെനാൽറ്റി, അതായത് ഫാക്ടേഴ്സ് ഫേവറിംഗ് ദ ഡെത്ത് പെനാൽറ്റി ഇൻക്ലൂഡ് പ്രീമെഡിറ്റേറ്റഡ് ആൻഡ് ബ്രൂട്ടൽ ആക്ട്സ്, അതായത് മർഡർ ദാറ്റ് ഇസ് പ്രീ പ്ലാൻ, അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള മർഡർ ആകാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആൻഡ് ഇൻവോൾവ്സ് എക്സ്ട്രീം ബ്രൂട്ടാലിറ്റി. ഇങ്ങനെയുള്ള മർഡേഴ്സ് ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കാം, ഈ പറഞ്ഞ രീതിയിൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എക്സെപ്ഷണൽ ഡിപ്രൈവിറ്റി ആയിരിക്കണം, ആക്ട് ഷോയിങ് എക്സ്ട്രാ ഓർഡിനറി ക്രൂവാലിറ്റി. എക്സ്ട്രാ ഓർഡിനറി ക്രൂവാലിറ്റി കാണിക്കുന്ന കേസുകളിലും വേണമെങ്കിൽ എന്ത് കൊടുക്കാൻ സാധിക്കും, ഈ ഒരു ഡെത്ത് പെനാൽറ്റി അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ടാർഗറ്റിംഗ് പബ്ലിക് സർവൻസ്, ഇപ്പൊ ടാർഗറ്റിംഗ് പബ്ലിക് സർവൻസിനെ ടാർഗറ്റ് ചെയ്താൽ കില്ലിംഗ് പബ്ലിക് സർവൻസ്, പോലീസ് ഓഫീസേഴ്സ്, ആംഡ് ഫോഴ്സ് പേഴ്സണൽസ്,
ആബ്സെൻസ് ഓൺ ഡ്യൂട്ടി ഓർ ഡ്യൂ ടു ലോഫുൾ ആക്ഷൻസ് ഇങ്ങനെയൊക്കെ നടന്നു കഴിയുമ്പോഴേക്കും അവിടെ ഈ പറഞ്ഞ പോലെ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് പരിഗണിച്ച് ആ കുറ്റവാളിക്ക് ഈ പറഞ്ഞ പോലെ ഡെത്ത് സെന്റൻസ് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ സാധിക്കും. ഇതാണ് അഗ്രവേറ്റിംഗ് സെന്റൻസസ് ലീഡിംഗ് ടു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസസ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കും. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് കൊടുക്കാൻ പാടില്ല? മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് ഡെത്ത് പെനാൽറ്റി വിച്ച് മീൻസ് ഫാക്ടേഴ്സ് ഡിസ്കറേജിംഗ് ദ ഡെത്ത് പെനാൽറ്റി എന്ന് പറയുമ്പോഴേക്കും മെന്റൽ ഓർ ഇമോഷണൽ ഡിസ്റ്റർബൻസ്, അതായത് അവിടെ കൊലപാതകം നടന്നത് ആ ഒരു വ്യക്തിയുടെ മെന്റൽ മാനസികപരവും അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ മൂലമാണ്. ഐ മീൻ ഒഫൻഡർ ആക്ടിംഗ് അണ്ടർ എക്സ്ട്രീം മെന്റൽ ഓർ ഇമോഷണൽ സ്ട്രെസ്സിലാണ് കുറ്റം ചെയ്ത് പോയതെങ്കിൽ വേണമെങ്കിൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ കണക്കാക്കാൻ പാടില്ല. പകരം അവിടെ എന്ത് കൊടുക്കാൻ പാടില്ല? ഡെത്ത് സെന്റൻസ് കൊടുക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഏജ് ഓഫ് ദ അക്യൂസ്ഡ്, ഈ ദ ഒഫൻഡർ ഈസ് വെരി യങ് ഓർ വെരി ഓൾഡ്, വളരെ പ്രായം വളരെ കുറവോ പ്രായം വളരെ കൂടുതലോ ആണെങ്കിലും അവിടെ എന്ത് കൊടുക്കാൻ പാടില്ല? ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പാടില്ല. ഇനി ത്രെറ്റ് ടു സൊസൈറ്റി പരിഗണിക്കണം. ലോ ലൈക്ലിഹുഡ് ഓഫ് ദ ഒഫൻഡർ ബീങ് എ കണ്ടിന്യൂയിങ് ഡേഞ്ചർ, അതായത് ഇനിയും ഇദ്ദേഹം ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ ചാൻസ് ഇല്ല, സമൂഹത്തിന് അധികം ഭീഷണിയല്ല ഇയാൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ പോസിബിലിറ്റി ഓഫ് റിഫോം, അതായത് പൊട്ടൻഷ്യൽ ഫോർ ദ ഒഫൻഡേഴ്സ് റീഹാബിലിറ്റേഷൻ, അയാൾക്ക് തെറ്റ് തിരുത്താനുള്ള സാഹചര്യം കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ ആക്ടിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ്, മറ്റൊരാളുടെ പ്രേരണ മൂലം ഈ പറഞ്ഞ ചെയ്തു പോയ ഒരു കുറ്റകൃത്യമാണെങ്കിലും അവിടെ ഈ പറഞ്ഞ പരിഗണിക്കാൻ പാടില്ല, ഡെത്ത് സെന്റൻസും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ മെന്റൽ ഇമ്പയർമെന്റ്, ഒഫൻഡേഴ്സ് ഇൻഎബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ക്രിമിനാലിറ്റി ഓഫ് ദർ ആക്ഷൻസ് ഡ്യൂ ടു മെന്റൽ ഇൽനെസ്, മാനസികപരമായിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിലും അവിടെ ഈ പറഞ്ഞ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് പരിഗണിക്കല്, പകരം അവിടെ എന്ത് കൊടുക്കാൻ പാടില്ല? ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല. അപ്പൊ ഈ കേസുകൾ ഇതൊക്കെ നോക്കിയിട്ടാണ് കോടതി കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനിക്കുന്നത്. ഇവിടെ കേരളത്തിലെ കേസിൽ ഷാരോൺ എന്ന കേസിൽ പറഞ്ഞ പോലെ ഈ പറഞ്ഞ രീതിയിൽ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഫാക്ടേഴ്സ് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു, എക്സംഷണൽ ആയിട്ടുള്ള ഒരു ക്രുവാലിറ്റി ആണ് അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കോടതി അവിടെ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് പരിഗണിച്ച് ഡെത്ത് പെനാൽറ്റി അവിടെ അക്യൂസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കൊൽക്കത്ത ഹൈക്കോടതി കൊടുത്തതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ അവിടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ആളുടെ മെന്റൽ സ്റ്റേജിനകത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് അവിടെ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് പരിഗണിക്കാതെ ഈ പറഞ്ഞ ലൈഫ് ഇംപ്രിസൺമെന്റ് അക്യൂസിന് വിധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് എന്താണ് ഈ റെയറസ്റ്റ് ഓഫ് ദ റെയർ ഡോക്ടർ എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് ആർട്ടിക്കിൾ, സ്ലൈറ്റ് ഡിപ്പ് ഇൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ അർബൻ ഏരിയാസ് സേസ് സർവേ. ഇവിടെ സർവേ എന്ന് പറയുന്നത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ഇപ്പൊ നമ്മൾ കിട്ടിയിരിക്കുന്ന ഡേറ്റ ഒക്ടോബർ ഡിസംബർ മാസം കേട്ടോ, ഒക്ടോബർ 2024 മുതൽ ഡിസംബർ 2024 വരെയുള്ള ആ ഒരു 3 months പീരീഡിലെ ഡേറ്റയാണ് വന്നിരിക്കുന്നത്. ആ 3 months പീരീഡിലെ ഡേറ്റ കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ വിച്ച് മീൻസ് ഒക്ടോബർ ടു ഡിസംബർ 2023 ഡേറ്റ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അത് പ്രിലിംസിന് ആവശ്യമാണ്. സോ പീരിയോഡിക് ലേബർ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് ഇസ് റിലീസ്ഡ് ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഈ പറഞ്ഞ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഇവിടെ ഗ്രാഫിൽ തന്നെ കാണാൻ സാധിക്കും. ഒക്ടോബർ ഡിസംബർ 2023 6.5 ആയിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ അത് 6.6 ആയിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിപ്പോൾ കുറഞ്ഞ് ഇപ്പം ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ അത് 6.4 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ റിപ്പോർട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനകത്ത് ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് എ പെർസെന്റേജ് ഓഫ് പേഴ്സൺസ് ഇൻ ദ ലേബർ ഫോഴ്സ്. അതായത് നമ്മൾ ശരിക്കും ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ജോലി ഇല്ലെങ്കിൽ മാത്രമല്ല അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം പറയുകയാണെങ്കിൽ ഏജ് വൈസ് പരിഗണിക്കുമ്പോൾ 15 വയസ്സിന് മുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു വർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ 15 വയസ്സിന് മുകളിലേക്കുള്ള ഒരു കാലഘട്ടമാണ്. ഇവിടെ കൃത്യമായിട്ട് അതാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15 years ആണ് കൃത്യമായിട്ട് എടുക്കുന്നത്. ഈ 15 വയസ്സിന് മുകളിൽ ഉള്ള വ്യക്തികളിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ജോലി അന്വേഷിച്ചിട്ട് ജോലി കിട്ടാതെ വരികയും ചെയ്തിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് 15 വയസ്സിന് മുകളിലുള്ള ഒരാളുകളായിരിക്കണം, അവർക്ക് ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കണം, ഫിസിക്കലിയും മെന്റലിയും ഓക്കെ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരാള് ജോലിക്കായിട്ട് ശ്രമിച്ചിട്ട് ആക്റ്റീവ്ലി സെർച്ച് ചെയ്തിട്ടും ജോലി കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആളെ അൺഎംപ്ലോയ്ഡ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ 15 വയസ്സിന്റെ മുകളിലാണ് പ്രായം, പക്ഷെ ജോലി ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇപ്പൊ അതിനുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഇൻ ദ സെൻസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, ഫിസിക്കലി ക്വാളിഫൈഡ് അല്ല, മെന്റലിയും ക്വാളിഫൈഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ആളെ നമുക്ക് അൺഎംപ്ലോയ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഫിസിക്കൽ ആൻഡ് മെന്റൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ജോലിക്കായിട്ട് സെർച്ചിങ്ങും മീൻസ് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ അൺഎംപ്ലോയ്ഡ് എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിലവിൽ നമ്മുടെ നാട്ടിൽ 6.4% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് സൂചിപ്പിക്കുന്നത്. ഇതില്
മെയിൽസിന് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5.8%, ഫീമെയിൽസിന് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 8.1% ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. അപ്പം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിലവിൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഫീമെയിൽസിന് ഇടയിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഈ പോയിന്റ്സ് ഒക്കെ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ആവശ്യമായിട്ട് മാറിയേക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശാണ്. ഇപ്പൊ കറന്റ് ഡേറ്റ പ്രകാരം ഹിമാചൽ പ്രദേശിലാണ് ഹൈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 10.4%. ഏറ്റവും കുറവ് ഗുജറാത്തിലാണ് 3%. ഗുജറാത്തിലെ റേറ്റ് 3% ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ദെൻ ഇവിടെ ഈ പറഞ്ഞ പോലെ പീരിയോഡിക് ലേബർ ഇവിടെ എഴുതിയിട്ടുണ്ട്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് ഡിഫൈൻസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആസ് എ പെർസെന്റേജ് ഓഫ് അൺഎംപ്ലോയ്ഡ് പേഴ്സൺസ് ഇൻ ദ ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സ് പറഞ്ഞാൽ 15 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ലേബർ ഫോഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ലേബർ ഫോഴ്സിൽ എത്രമാത്രം ആളുകൾ അൺഎംപ്ലോയ്ഡ് ആണ്, വിച്ച് മീൻസ് ദേ ആർ ലുക്കിംഗ് ഫോർ ജോബ്സ് ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് എ ജോബ്. അങ്ങനെയുള്ള ആളുകളെ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ 6.4% ഉണ്ട്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ എടുത്ത് പറയുന്നുണ്ട്. പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ ദ ലേബർ ഫോഴ്സ് വാസ് 39.6% ഫോർ പീപ്പിൾ ഇൻ ഓൾ ഏജസ്. അതായത് 39.6% ഉണ്ട് നമ്മുടെ ഇവിടെ ലേബർ ഫോഴ്സിനകത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള 15 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ എന്ന് പറയുമ്പോഴേക്കും 39.6% ഉണ്ട്. ഇറ്റ് വാസ് 39.2% ഇൻ ദ കറസ്പോണ്ടിങ് ക്വാർട്ടർ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷങ്ങൾ അതായത് ഒക്ടോബർ ഡിസംബർ മാസം ലാസ്റ്റ് ഇയറിൽ അത് 39.2 ഉണ്ടായിരുന്നു. അപ്പൊ ലേബർ ഫോഴ്സിനകത്ത് നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഒരു ഇൻക്രീസ് കാണുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് റേറ്റിനകത്ത് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വർധനവ് വന്നത് വുമന്റെ കാര്യത്തിൽ 0.1% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ടു 20% ഫ്രം ദ ലാസ്റ്റ് ഇയേഴ്സ് 19.9%. സ്ത്രീകളുടെ കാര്യത്തിൽ പീരിയോഡ് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് റേറ്റ് ഉയർന്നിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ബട്ട് കമ്പയർഡ് ടു പ്രീവിയസ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ ജൂൺ മാസത്തിൽ 20.3 ഉണ്ടായിരുന്നതാണ്. അത് പക്ഷെ കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും സ്ത്രീകളുടെ കാര്യത്തിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് റേറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിലെ അപേക്ഷിച്ച് നോക്കും ഏപ്രിൽ ജൂൺ മാസം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈൻഡ് ആസ് എ പെർസെന്റേജ് ഓഫ് എംപ്ലോയ്ഡ് പേഴ്സൺ ഇൻ ദ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ ഇപ്പോൾ ലേബർ ഫോഴ്സിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. അത് അർബൻ ഏരിയാസിൽ ഈ പറഞ്ഞ പോലെ 15 ഇയേഴ്സിന് മുകളിലുള്ള ആളുകളിൽ 46.6% ഉയർന്നിട്ടുണ്ട്. അത് 46.6% ഏപ്രിൽ കഴിഞ്ഞ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ നിന്നും അത് 47.2%-ലേക്കാണ് ഉയർന്നിട്ടുള്ളത്. അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഇന്ത്യയിൽ ഉയർന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ അൺഎംപ്ലോയ്ഡ് റേറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അൺഎംപ്ലോയ്ഡ് റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പെർസെന്റേജ് പേഴ്സൺസ് അൺഎംപ്ലോയ്ഡ് എമംഗ് ദ പേഴ്സൺസ് ഇൻ ലേബർ ഫോഴ്സ്. അത് കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് റേറ്റും നമ്മുടെ ഇവിടെ ഇംപ്രൂവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ കൃത്യമായിട്ടും നല്ലൊരു ഇംപ്രൂവ്മെന്റ് ലേബർ ഫോഴ്സിനകത്ത് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇംപ്രൂവ്മെന്റ് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാണെങ്കിലും നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ 2047 ആകുമ്പോൾ 2047 ബൈ 2047 നമുക്ക് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കണം. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ദെൻ ലാസ്റ്റ് നമ്മുടെ ഒരു 2 സ്റ്റേപ്പ് MCQ ആണ്. ഇപ്പൊ നമ്മൾ കണ്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു MCQ ആണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.